ഞാൻ മഹാദേവൻ്റെ ഒരു ആരാധനയാണ്. അങ്ങനെ അതൊരു ദേവതാ സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭദ്രകാളി ഉപാസനയിലേക്ക് കടന്നത്. അവിടെ നിന്ന് മലബാർ സമ്പ്രദായത്തിലെ യക്ഷിയായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പവും വിഷമായും കരിങ്കുട്ടിയും അങ്ങനെ ഭദ്രകാളിയുടെ ശില മാത്രമല്ല വീട്ടിൽ നിന്ന് ലഭിച്ചത്. അപ്പം ഇവിടെ വന്ന സമയത്ത് ഈ സ്വാത്വികപരമായിട്ടുള്ളതും കണ്ടു, കൗളവും കണ്ടു. ഇത് തമ്മിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെയാണ് നമ്മൾ കരിനീലി എന്ന് പറയുന്ന മലബാർ സമ്പ്രദായത്തിലെ ദേവത നമ്മളിപ്പോൾ ഉള്ളത് ദീപൻ സ്വാമികളുടെ അടുത്താണ്. മലബാർ സമ്പ്രദായം സ്വാത്വികവും കൗളമാർഗവും ഒരേപോലെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ദീപൻ സ്വാമികളോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഭദ്രകാളി ഉപാസകനാണ്. അല്ലെങ്കിൽ ഏത് തലത്തിലാണ്, ഏത് വഴിയിലാണ് ഈ ഒരു ഉപാസനയിലേക്ക് എത്തിയത്? ഉപാസനയിലേക്ക് എത്തുന്നത് ഭഗവതി ഒരു ആരാധനാ രീതിയിൽ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അത് കാലക്രമേണ മറ്റാരും നോക്കാതെ വന്നു. പിന്നെ അതിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമ്പ്രദായം പിന്നിട്ട കാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ ഭഗവതിയുടെ ശില നമുക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലേക്ക് ഈ ഒരു രീതിയിലേക്ക് കടന്നു പോകുന്നത്. ഭദ്രകാളി ദേവിയുടെ ശില കിട്ടിയപ്പോൾ അതിനെ നമ്മൾ താമ്പൂല വിഷയത്തെ കൊണ്ട് ചിന്തിച്ച് അങ്ങനെ അതൊരു ദേവതാ സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭദ്രകാളി ഉപാസനയിലേക്ക് കടന്നത്. എവിടെ നിന്ന് ശില കിട്ടിയത്? നമ്മുടെ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ശില എൻ്റെ അമ്മയ്ക്കാണ് കിട്ടിയത്, എനിക്കല്ല. ശില കിട്ടിയപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയതാണോ? കുറച്ച് നാൾ നമ്മൾ ഒരു എന്താ പറയുക, അതൊരു ഇത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലാതിരുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ പൂജാവിധാനങ്ങളോടൊന്നും എനിക്കൊരു വിശ്വാസമില്ലാതിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ചെമ്പരത്തിയുടെ അടിയിലാണ് ഈ ശീല നമ്മൾ കൊണ്ടുവച്ചത്. അങ്ങനെ എല്ലാ ദിവസവും നമ്മളൊരു ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് കത്തിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ അത് ഒരു 1.5 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നമുക്ക് തോന്നിയപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതിനോട് വിശ്വാസമായി. അനുഭവങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കിയത്. എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡിസൈൻ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് പോയിട്ടിരുന്ന ഒരാളാണ്. കൽപ്പണി ഡിസൈൻ വർക്ക്. പിന്നെ എനിക്ക് ആ പണിക്ക് പോകാൻ പറ്റാത്ത സമയങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഞാനൊരു ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായിട്ട് ചെന്നു. അപ്പോൾ അവിടെ നിന്നും ഒരു സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു താമ്പൂല വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ ആ താമ്പൂല വിഷയം ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എങ്ങനെ ഒരു ദേവതാ സങ്കല്പം ഉണ്ടെന്ന് അറിഞ്ഞ് പിന്നെ അതിനകത്തേക്ക് തിരിച്ചു വന്നു. പിന്നീട് അങ്ങനെ ഓരോ കാലങ്ങൾ ചെല്ലുന്തോറും ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടായിരുന്നു. കാരണം ഒത്തിരി ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഫേസ്ബുക്കിലൂടെ. ഞാൻ മഹാദേവൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓരോ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനകത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് എനിക്ക് ഈ ഉപാസന പഠിക്കാനായിട്ട് എനിക്കൊരു ഗുരുനാഥനില്ല. ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുകൊണ്ടല്ല ഞാൻ ഭഗവതിയെ സേവിച്ചു തുടങ്ങിയത്. അങ്ങനെ ചെന്നിടത്തെല്ലാം എല്ലാവരും നമ്മളെ പഠിക്കാൻ യോഗ്യതയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മളെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എൻ്റേതായ രീതിക്ക് ഞാൻ എൻ്റെ ഭഗവതിക്കൊരു മൂലമന്ത്രത്തെ എഴുതി. ആ മൂലമന്ത്രം എൻ്റെ ആരാധനയിലും എൻ്റേതായ
ആരാധന കൊണ്ട് ഞാൻ ഭഗവതിനെ ആരാധിച്ചു പോന്നുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ 9 വർഷം ആയിട്ടേ ഉള്ളൂ. ഈ 9 വർഷത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് വലിയൊരു കൊട്ടാരമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനം കൂടി വേണ്ടേ. അപ്പോൾ അതിനകത്തേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ഭഗവതിയാണ്. പിന്നെ അങ്ങനെ ഇതിനകത്തേക്ക് ആയി കൂടുതൽ സമയങ്ങളും കാര്യങ്ങളൊക്കെ. സ്വന്തമായി എഴുതിയ മൂലമന്ത്രം എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് എഴുതിയതും പിന്നെ ഈ എന്തായാലും നമ്മൾ ഈ പൂജ കാര്യങ്ങളാണെങ്കിലും ദേവിക്ക് ഇപ്പോൾ നിരന്തരം പൂജ ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പം ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ ആദ്യം ഈ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ആളുടെ കൂടെ പൂജയ്ക്കൊക്കെ പോയിട്ടിരുന്നു ചെറുപ്പത്തിൽ. ശബരിമലയ്ക്ക് കെട്ടി നിറയ്ക്കാനൊക്കെ പോകുന്ന ആ വിധാനങ്ങളൊക്കെ അറിയായിരുന്നു. അത്തരമൊരു വിധാനത്തെ വെച്ചിട്ടാണ് ഞാൻ ഭഗവതിനെ ആരാധിച്ചു തുടങ്ങിയത്. അപ്പോൾ മനസ്സുകൊണ്ട് പൂവർപ്പിക്കുക, മണിയില്ലാതെയും ധൂപവും ദീപവും നൈവേദ്യങ്ങളില്ലാതെയും ഭഗവതിയെ ആരാധിക്കുക. അത്തരം ഒരു ആരാധനയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഭഗവതിയുടെ മൂലമന്ത്രം എങ്ങനെ എഴുതി എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കവി എങ്ങനെയാണ് കവിത എഴുതുക, എന്തിനെക്കുറിച്ചെങ്കിലും ഒരു വ്യക്തമായ ധാരണ വേണം. അപ്പോൾ എൻ്റെ ഭഗവതിയെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. അതായത് എന്നെ സംരക്ഷിക്കാൻ പോകുന്ന ഒരാളാണ്, അതെനിക്ക് ഗുണമായിട്ട് നിൽക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ എനിക്ക് എൻ്റെ ഭഗവതി കാണിച്ചു തന്ന കുറച്ച് വരികളാണ്. അത് ഇന്നത്തെ സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അതാണ് വിശ്വാസമാകില്ല. അനുഭവത്തിൽ നിന്നാണ് നമ്മളിതൊക്കെ പഠിച്ചത്, അല്ലാതെ ആരും പഠിപ്പിച്ച് തന്നതൊന്നുമല്ല. പിന്നീട് ആ മൂലമന്ത്രം ഭഗവതിക്ക് ഉചിതമാണെന്ന് തോന്നി. താമ്പൂല വിധി വെച്ചപ്പോൾ താമ്പൂലത്തിലും അത്തരം രീതി കണ്ടു. പിന്നെ അതിനെ ഞാൻ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഭഗവതിയുടെ കാര്യത്തിൽ. ഈ ഭദ്രകാളിയുടെ ശില മാത്രമല്ല വീട്ടിൽ നിന്ന് ലഭിച്ചത്. അപ്പം ഇവിടെ വന്ന സമയത്ത് ഈ സ്വാത്വികപരമായിട്ടുള്ളതും കണ്ടു, കൗളവും കണ്ടു. ഇത് തമ്മിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം കിട്ടിയത് ഭഗവതിയുടെ ശിലയാണ്. ഈ ശില നമ്മൾ സാത്വിക മാർഗത്തിലാണ് നമ്മൾ ആരാധന രീതിയിൽ കൊണ്ടു നടന്നത്. ആ കൊണ്ടു നടക്കുന്ന ഒപ്പം തന്നെ ഒരേ ശിലയിൽ 3 ഭഗവതി സാന്നിധ്യങ്ങളുണ്ടെന്നാണ് താമ്പൂല വിധത്തിൽ കണ്ടുപിടിച്ചത്. അപ്പം അതിലിരിക്കുന്നത് കൗളമാർഗത്തിലും ഒരു ദേവതാസങ്കല്പം ആയിരിക്കുന്ന തലത്തുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കരിനീലി എന്ന് പറയുന്ന മലബാര സമ്പ്രദായത്തിലെ ദേവത അവിടെ നമ്മൾ മാറ്റി പ്രതിഷ്ഠിച്ചു. അവിടെ നിന്ന് മലബാര സമ്പ്രദായത്തിലെ യക്ഷിയായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പവും വിഷുമായും കരിങ്കുട്ടിയും അങ്ങനെ താമ്പൂല വിധിയിൽ തെളിഞ്ഞൊരു കാര്യമാണ് അത്തരം പ്രതിഷ്ഠകൾ, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം വേണമെന്ന് തെളിഞ്ഞതാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കുടുംബപരമായിട്ട് വിഷുമായ അന്നപൂർണേശ്വരി ആരാധനകൾ ഉണ്ടായതാണ്. അതെല്ലാം കാലം ചെയ്തു പോയി. അപ്പോൾ ഒടുവിലുള്ള എന്നിലേക്ക് അത് കിട്ടിയെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അതിനെ രണ്ടിനും ഞാൻ ഒരുമിച്ചിപ്പോഴും കൊണ്ടുകിടക്കുന്നു. 2 വിധാനത്തിലാണെങ്കിലും സമയക്രമങ്ങൾ മാറ്റങ്ങളുണ്ട്. ഇവിടുത്തെ നേദ്യവിധാനങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ നേദ്യങ്ങളുള്ളൂ. അവിടെ കയറിയാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല. കാരണം അവിടുത്തെ നേദ്യം കവളമാർഗമാണ്, ഇവിടെ സാത്വികപരം. ഇന്നുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പം ഇവിടുത്തെ ഒരു പ്രതിഷ്ഠകളൊക്കെ ആയിരുന്നു ആദ്യം എന്ന് പറഞ്ഞു, സ്വാത്വികമായിരുന്നു. അതിനുശേഷം ഈ കവളമാർഗത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? ഈ യക്ഷി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങൾ നമുക്ക് കിട്ടിയാലല്ലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ പ്രദേശത്തായിരുന്നു പണ്ട് ഈ തറവാടിൻ്റെ ഒരു കുളം. എനിക്ക് പറഞ്ഞു കേട്ട അറിവുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ കിടക്കുന്നതെല്ലാം ഒരു നായർ തറവാടിൻ്റെ ഒക്കെ ആയിരുന്നു എന്നാണ് പറയുക. അപ്പം ഇവിടെ ഒരു സ്ത്രീ എന്താ പറയുക മരിച്ചിട്ടുണ്ടെന്നാണ് പറയുക, കുളത്തിൽ വീണ് മരിച്ചെന്നാണ് പറഞ്ഞു. എനിക്കതറിയില്ല. എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ.
അപ്പം ഞാൻ ഈ ഒരു സാത്വിക മാർഗത്തിൽ ഭഗവതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് നെഗറ്റീവുകളെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ. കാരണം നമ്മൾ ഇത്രയും പ്രതിഷ്ഠകൾ ഇരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം വിളക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മനോവിഷമം ഉണ്ടാകും. അപ്പം അതുപോലെ ഭഗവതിക്ക് വിളക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നേദ്യങ്ങൾ കൊടുക്കുമ്പോൾ പുറത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ താമ്പൂല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താമ്പൂല വിധി വെച്ചപ്പോഴാണ് ഇത്തരം ദേവതകളെ കുടിയിരുത്തണം എന്നുള്ളത് താമ്പൂലത്തിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ അത്തരം രീതിയിലേക്ക് പോയത്. ഇവിടെ ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കൈക്കർമ്മങ്ങളാണ്. അതായത് അറിയും വിധത്തിലുള്ള കർമ്മങ്ങളാണ്. പിന്നീട് ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ മലബാർ സമ്പ്രദായം എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ശരിക്കും ആ ആരാധന രീതി എന്താണ്? അവിടെ സ്വാത്വികമാണോ കൗളമാണോ? അതൊരു കൗളമാർഗ്ഗമാണ്. അതായത് നമ്മുടെ പിൻതലമുറകളൊക്കെ ചെയ്തു വന്നിരുന്ന ഗുരുതി അങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ്. മദ്യം, കോഴി അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ആരാധനാ സമ്പ്രദായങ്ങളും അവിടെ ചെയ്തത്. അതിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു മറ്റൊരാൾ കൂടിയുണ്ട്, തൃശ്ശൂർ പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജയൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് നമ്മുടെ. അദ്ദേഹമാണ് അത് ഇവിടെ ഒന്ന് ചെയ്യലും കാര്യങ്ങളൊക്കെ. ഉത്സവത്തിനായാലും മറ്റു കർമ്മങ്ങൾക്കായാലും അദ്ദേഹം കൂടി ഉണ്ടാവും ഇത് ചെയ്യുമ്പോഴെല്ലാം. പിന്നെ എൻ്റേതായ രീതിയിലുള്ള കർമ്മങ്ങൾ അത് മറ്റൊരു വഴിക്ക് അത് അങ്ങനെ നടക്കും. രണ്ടും കൂടിയും അങ്ങനെ കൂട്ടിയാണെങ്കിൽ കൊണ്ടുപോകും. ഇതിവിടത്തെ ശിലകളെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഭദ്രകാളി ശില ഇവിടെ തന്നെ കിട്ടിയതാണ്. ബാക്കി ശിലകള് ഇപ്പൊ എന്നോട് മഹാദേവൻ ഗുരുവാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഇതെങ്ങനെയാണ് ആ ശില ഇവിടേക്ക് വന്നത്?